ഇത് നിങ്ങൾ മുഴുവനും കേൾക്കാതെ പോകരുത്. കേരളത്തിലെ ലഹരി മാഫിയയെ കുറിച്ചാണ്. കേരളം ഇന്ന് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ചുമന്ന നിറത്തിലുള്ള സീ സോണിലാണ് നിലനിൽക്കുന്നത്. 2024 30,000 കേസുകളാണ് നർക്കോട്ടിക് ഡിപ്പാർട്ട്മെന്റിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. 2023 അത് 24,000. കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയിൽ 87,000 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യ മഹാരാജ്യത്ത് ലഹരി മാഫിയയിൽ ഏറ്റവും കുപ്രസിദ്ധി ആർജിച്ച പഞ്ചാബിലുള്ളത് 10,000-ൽ താഴെ കേസുകളാണ്. അപ്പൊ കേരളത്തിന്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത്രയും കേസുകളിൽ ഭൂരിഭാഗവും സിന്തറ്റിക് ഡ്രഗ്സ് ആണ്. കഞ്ചാവൊക്കെ കഞ്ചാവൊന്നും ഇപ്പൊ ആർക്കും വേണ്ടാന്നായിരിക്കണം. ഹാഷിഷ്, ബ്രൗൺ ഷുഗർ, ഹെറോയിൻ, MDMA. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ചെലവഴിക്കപ്പെടുന്നത് MDMAകളാണ്. സ്കൂളുകളിലെ പരിസരങ്ങളിലുള്ള കടകളില് ചോക്ലേറ്റുകളിലും ഐസ്ക്രീമുകളിലും ലഹരി പദാർത്ഥം മിക്സ് ചെയ്തതായിട്ട് നമ്മൾ കാണുകയാണ്. എത്രയെത്ര കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നിയമസഭയിൽ ഇത് വലിയ ചർച്ചയായി അവതരിപ്പിച്ചപ്പോൾ 2 നിർഭാഗ്യകരമായ സെന്റൻസുകൾ മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കേരളം നന്നായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എന്നാണ്. എന്ത് ശുദ്ധ അസംബന്ധമാണ് അങ്ങ് പറയണത്? കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം, പക്ഷെ അത് ഏറ്റവും നന്നായി ഇതിനെ നിയന്ത്രിച്ചത് കൊണ്ടല്ല. നിയന്ത്രിക്കാൻ കഴിയാത്ത അത്രയും കേസുകൾ ഉണ്ടാവുന്നുണ്ട്. അതിൽ ഏതാനും ചിലത് മാത്രമേ പിടിക്കപ്പെടുന്നുള്ളൂ. എന്നിട്ട് തന്നെ ഇത് 20,000-ഉം 30,000-ഉമാണ്. അപ്പോ വ്യാപനത്തിന്റെ ശക്തി എന്താ? കാരണം എന്താ? നിങ്ങൾ ഏത് പൊതു ഇടങ്ങളിൽ എടുത്തു നോക്കിക്കോളൂ. കുട്ടികൾ ഗ്യാങ് വാറിൽ ഇടപെടുന്നു, പരസ്പരം തല്ലുന്നു. ഒരു MLA-യുടെ കുട്ടി ലഹരി മരുന്നിന്റെ പേരിൽ പിടിക്കപ്പെട്ടിട്ട് പോലീസുകാരന് സ്ഥലം മാറ്റം ഉണ്ടായി. MLA-യുടെ കുട്ടി കുറ്റവിമുക്തനായി. ആ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ പറയുന്ന കേട്ടാത്തൊന്നും ഈ ലഹരി വിഷയം KSU SFI വിഷയമാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. KSU-കാരനായാലും ശരി, SFI-കാരനായാലും ശരി, ABVP-കാരനായാലും ശരി, ഏതൊരുത്തനാണെങ്കിലും ശരി, കോളേജുകളിൽ ലഹരിയുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും ശിക്ഷിക്കപ്പെടണം. അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു സാമൂഹ്യ സാഹചര്യവും കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തൊക്കെയാ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? ഒരു അമ്മയെ കൊന്നതിന് ശേഷം ഒരു കുട്ടി പറയാണ്, ഞാൻ ആ സ്ത്രീനെ കൊല്ലാൻ കാരണം അവരെനിക്ക് ജന്മം നൽകിയത് കൊണ്ടാണ്. വേറൊരു കുട്ടി അവരുടെ അമ്മയുടെ വായ പൊളിച്ചു കീറി കളഞ്ഞു. സ്വന്തം സഹോദരിയുടെ മുഖം പോറി വരച്ചു ബ്ലേഡ് കൊണ്ട്. സ്വന്തം സഹോദരിയെ ബലാത്കാരം ചെയ്തു. ഒരു പയ്യൻ ഒരു വീട്ടിലെ മുഴുവൻ ആളുകളെയും തലക്കടിച്ചു കൊന്നു. എന്തൊക്കെയാ നമ്മുടെ നാട്ടിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്? മുഖ്യമന്ത്രി പറയുന്നത് ഇതൊരു ആഗോള ട്രെൻഡാണ് എന്നാണ്. അങ്ങയുടെ ന്യായീകരണമൊന്നും കേൾക്കാൻ ഞങ്ങൾക്ക് വയ്യ. ഇതൊരു ആഗോള ട്രെൻഡാണ് എന്ന് പറഞ്ഞ് അങ്ങ് ഇതിനെ ലഘുവൽക്കരിക്കല്ലേ? അങ്ങേക്ക് കഴിവില്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോവുക. അങ്ങേക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലീസിനെ വേറെ ആരെങ്കിലും ഏൽപ്പിക്കുക. എന്നിട്ട് ഇതിന് എത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കുക. ഞങ്ങളുടെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത് വലിയ പ്രതീക്ഷയോടെയാണ്. നാളെ അവന്റെ കൈകൊണ്ട് മരിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ അവരെ പ്രതീക്ഷയോടെ വളർത്തുന്നത്. ഈ കൊല്ലപ്പെട്ട അച്ഛനും അമ്മയും ഞങ്ങളെപ്പോലെ കുട്ടികളെ കുറിച്ച് സ്വപ്നം കണ്ട ഒരു അച്ഛനും അമ്മയല്ലേ? നിയമനിർമ്മാണം വേണ്ടേ കേരളത്തില്? അതിന് പറ്റുന്നില്ല എങ്കിൽ ഇട്ടെറിഞ്ഞിച്ച് പോവാ ഈ ഉത്തരവാദിത്തം. പത്തനംതിട്ടയില് ഒരു അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തതിന് ശേഷം പോലീസിന് എഴുതി കൊടുത്ത കുറിപ്പിൽ പറയുന്നത്, എൻ്റെ മകൻ ഡ്രഗ് അഡിക്റ്റ് ആണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് അവനെ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ എത്തിച്ച് അവനെ രക്ഷിക്കണം എന്നാണ്. എന്തൊരു കഷ്ടല്ലേ! ഇന്ന് ഗ്രാമപ്രദേശങ്ങളിൽ പോലും ഡ്രഗ് ടെസ്റ്റ് കിറ്റുകളുടെ വിപണനം ഭയങ്കരമായി നടക്കുക. പട്ടണങ്ങളിൽ മാത്രമുള്ളതായിരുന്നു ഡ്രഗ് ടെസ്റ്റ് കിറ്റുകളുടെ വിതരണം ഇന്ന് ഗ്രാമങ്ങളിൽ നടക്കുക. എന്നുവെച്ചാൽ സാധാരണ രക്ഷിതാക്കള് പോലും കുട്ടി മയക്കുമരുന്നിന് അടിമപ്പെട്ടിട്ടുണ്ടോ എന്ന് ഭയന്നുകൊണ്ട് ജീവിക്കുക ഓരോ ദിവസവും. LDF വരും, എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞ് വിശ്വസിച്ച ആളുകളാണ് കേരളത്തിൽ ജീവിക്കുന്നത്. ഇതായിരുന്നു ആ ശരിയാക്കല്. ഡാർക്ക് നെറ്റും ക്രിപ്റ്റോ കറൻസിയും ബിറ്റ് കോയിനൊക്കെ വെച്ചിട്ടാണ്
ഈ വിപണനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൂപ്പർ ഫാസ്റ്റ് ബൈക്കുകളിലാണ് കാരിയേഴ്സ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ചെറുപ്പക്കാരെ കാരിയേഴ്സ് ആയിട്ട് ഉപയോഗിക്കുകയാണ്. തൊഴിലില്ലാത്ത ചെറുപ്പക്കാരാണ് ഇതിനൊക്കെ പോകുന്നത്. തൊഴിലില്ലായ്മ മറ്റൊരു കാരണമാണ്. കേരളം ഇന്ന് തൊഴിലില്ലായ്മയിൽ ജമ്മു കശ്മീർ കഴിഞ്ഞാൽ 2ാം സ്ഥാനത്താണ്. നാട്ടിൽ തൊഴിലില്ലാത്തത് കൊണ്ട് ചെറുപ്പക്കാര് ഇത്തരത്തിലുള്ള വൃത്തികെട്ട തൊഴിലുകളിലേക്ക് മാറിപ്പോകുന്ന ദുരവസ്ഥ നാട്ടിലുണ്ടാവുക. ഞാൻ ആലോചിക്കുക, പണ്ട് പലിശക്കാരെല്ലാവരും കൂടി സാധാരണക്കാരന്റെ കഴുത്ത് ഞെരിച്ചപ്പോൾ ഒരു ഓപ്പറേഷൻ കുബേരയിലൂടെ UDF സർക്കാർ അതിനെ പ്രതിരോധിച്ചു. പിന്നീട് മദ്യമാഫിയ കേരളത്തെ ഞെരുക്കിയപ്പോൾ ബാറുകൾ നിരോധനത്തിലൂടെ ശക്തമായ തീരുമാനം UDF കൈക്കൊണ്ടു. കേരളം പ്രതിസന്ധിയിലായപ്പോഴൊക്കെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ UDF സർക്കാർ വിജയിച്ചിട്ടുണ്ട്. ഈ ഭരണം മാറും, കേരളം നന്നാവും, UDF അധികാരത്തിൽ വരും.